ഗൈസ് നമുക്ക് വൺ ഡേ ട്രിപ്പ് പോയിട്ട് വരാം. ഗൈസ് നമുക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നുണ്ട്. സ്വന്താക്കിന്റെ സെക്കൻഡ് സ്റ്റോപ്പിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. നമ്മൾ ന്യൂൽഹേമിലെത്തി. ഈ തണുപ്പത്ത് 25 മിനിറ്റ് നടക്കാനുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് എന്തിന്റെ പ്രാന്താന്ന് അറിയത്തില്ല. നല്ല തണുപ്പുണ്ട്. 25 മിനിറ്റ് ഞങ്ങൾ നടന്ന് എവിടെ എത്താൻ പോകുന്നതെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഫോണിൽ കണ്ട് ഞങ്ങൾ പോവാണ്. എന്തായാലും ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്ക് പോയി നോക്കാം. സൂര്യൻ ഞങ്ങളെ ചതിച്ച് ഗൈസ്. ഇന്ന് വെയിലില്ല, അതുകൊണ്ട് ഫുൾ മൂടി കാലാവസ്ഥയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് വേണം നമുക്ക് പോകാനായിട്ട്. ചെറിയൊരു ഫോറസ്റ്റ് ആണ് കേട്ടോ, അതിൻ്റെ ഉള്ളിലൂടെയാണ് നമുക്ക് പോകാനായിട്ട്. ഇവിടുന്ന് നമുക്ക് നേരെ പോകണം. ഇവിടെ അങ്ങ് ആരുമില്ല ഗൈസ്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതെങ്ങോട്ടാ പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഒരു കാട്ടിനുള്ളിലാണ്, വെയിലില്ലാത്തത് കൊണ്ട് മഴയൊക്കെ പെയ്ത് അപ്പടി ചെളിയാണ്, മുഴുവൻ ചെളിയാണ് ഗൈസ്. ഞങ്ങള് നല്ല ഷൂ ഒക്കെ ഇട്ട് ഇറങ്ങിയതാ. ഓ ഗൈസ്, ഞങ്ങൾ പെട്ടു. ഇതൊരു വൃത്തികെട്ട സ്ഥലം. മഴയൊക്കെ പെയ്ത് ഭയങ്കര ചള്ളിയായിട്ടിരിക്കുകയാണ് മൊത്തത്തിൽ. വാവ്, ഫുൾ കാടാണ് കേട്ടോ. പെട്ട് ഗൈസ്, ഇതില് ഞങ്ങൾ എങ്ങനെ അപ്പുറത്ത് കിടക്കുമെന്ന് അറിയത്തില്ല. സംഭവം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കാട്ടിനുള്ളില് വലിയ മരമൊക്കെ നൈസാണ്. ഞങ്ങളിങ്ങനെ നടന്നപ്പോൾ ഇവിടുന്ന് കുറേ നമ്മുടെ മുയൽ ഓടുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, പക്ഷെ പെട്ടെന്ന് അവർ പോയി. ഇവര് പറയാ സൈലന്റ് കില്ലേഴ്സ് ഒക്കെ ഇവിടെയാണ് ഒളിച്ചിരിക്കുന്നത്. ഇവിടെ ഇഷ്ടം പോലെ വീടുണ്ട്. വണ്ടി പോണ സ്ഥലം നമുക്ക് വഴി നോക്കി അറിയാവേ. വണ്ടി പോകുന്ന സ്ഥലമാണ്. എന്നിട്ട് ഇവര് ഭയങ്കര പേടിയാണ് ഇവർക്ക്. ഞങ്ങൾ തിരിച്ചു വന്നാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ 3 വഴിയുണ്ട്. 3 സ്ഥലത്തേക്ക് പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ചേ, 3 വ്യത്യസ്ത സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം. ഞങ്ങളുടെ പുറകെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് ഗൈസ്, ഞങ്ങൾ ഒറ്റയ്ക്കല്ല. കണ്ടോ, ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, ഞങ്ങൾ ഒറ്റയ്ക്കല്ല. അപ്പം ഇതൊരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നോക്കാം. നിങ്ങൾ മനുഷ്യന്മാരെ കണ്ടു ഗൈസ്, കണ്ടു. ചാടാൻ പറ്റൂല, തീ വെക്കാൻ പറ്റത്തില്ല. ഇവിടെ എന്ത് തീയക്കാരാ, ലാമ്പാക്കാൻ പറ്റത്തില്ല. വാവ്, അടിപൊളി സ്ഥലം, സൂപ്പർ. ഒരു അരയിലല്ലേ ആ നിൽക്കുന്നത്. അടിപൊളി സ്ഥലമാണ്. അല്ലാട്ടോ നമ്മുടെ ശരിക്കുള്ള ഡെസ്റ്റിനേഷൻ ഇതല്ല, കുറച്ചും കൂടെ നടക്കണം. നമുക്ക് പോയി നോക്കാം. എന്തായാലും സംഭവം അടിപൊളിയാണ്. വെട്ടമില്ലാത്തതിൻ്റെ ഒരു കുഴപ്പമുള്ളൂ. സ്ഥലമൊക്കെ അടിപൊളിയാണ്. മഴ പെയ്യുന്നില്ലേലും മഞ്ഞിന്റെ വെള്ളം നല്ലോണം വീഴുന്നുണ്ട്. ജലദോഷം പിടിക്കുമെന്ന് അറിയില്ല നമുക്ക്. ഇത് താഴേക്കുള്ള നമ്മൾ മുമ്പേ കണ്ട സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള സ്റ്റെപ്പാണെന്ന് തോന്നുട്ടോ. ഇതാ ലേക്കിലേക്ക് പോകാനായിട്ടുള്ള സ്റ്റെപ്പാണ് കേട്ടോ.
തണുത്ത് വിറച്ച് നിൽക്കുകയാണെങ്കിലും ഫോട്ടോഷൂട്ടിനൊരു കുഴപ്പമില്ല. ഓ പിന്നെന്താ, നമുക്ക് താഴോട്ട് ബാക്കി പോയി നോക്കാട്ടോ. വീട്ടിലേക്കുള്ളതായിരിക്കും സംഭവം. ഇവിടെ ഇത്രയുള്ളൂ കാണാനായിട്ട്, വേറെ ഒന്നും ഇല്ല. നമ്മുടെ പാറമലയിലൊക്കെ പോയ പോലെ ഉണ്ട്. കുറച്ച് വെയിലൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല വേന. ഒരു പച്ചക്കൊണ്ട് കണ്ടുപിടിച്ചു. രണ്ടുകൂടി അടിയാണ്. അതെ അതെ ഗൈസ്, ഇവിടെ ജനിച്ചോട് കൂടി എന്റെ പേര് ഞങ്ങളെ കൂട്ടത്തില് സുഖമില്ലാത്ത കൊച്ചാണിത്. വേറൊന്നാണിത്. പക്ഷെ ക്യാമറയിൽ അതിന്റെ ഭംഗി കാണത്തില്ല, അത് വേറൊരു കാര്യം. സംഭവം നല്ല ഭംഗിയുണ്ട്. എന്താ ഗ്രീനറി അല്ലേ. ഇത്ര നേരം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ ആരുമില്ല കേട്ടോ. ഞങ്ങൾ തന്നെ, അവരൊക്കെ വേറെ ഏതോ വഴിയൊക്കെ പോയി. എനിക്കൊന്ന് അവര് നേരം വെളുത്തപ്പം വന്നിട്ട് 10 മണിയായപ്പോ പോയി. ഞങ്ങള് 10 മണിയായപ്പോഴാണ് ഏറ്റിറങ്ങിയത്. പിന്നെ ഇവിടെ ജർമ്മനിയിലെ കാട്ടില് വന്യമൃഗങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ധൈര്യത്തിൽ ഇങ്ങനെ കാട്ടിക്കൂടിയൊക്കെ നടക്കുന്നത് കേട്ടോ. അതെ അതെ, ഇത് കണ്ടോ, കാട്ടുപന്നിയൊക്കെ ഇളക്കി ഇട്ടേക്കുന്ന പോലെ മണ്ണൊക്കെ കിടക്കുന്നു. ഇവിടെ വന്യമൃഗം ഇല്ല കൈ, സത്യമായിട്ടും ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ കൊറേ മൊയല് ഒക്കെ ഉണ്ട്. മൊയലിങ്ങനെ കാണിക്കുമെന്ന് അറിയില്ല, എനിക്ക് അറിഞ്ഞൂടാ. എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ കേറുമ്പോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മൃഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ എഴുതി വെക്കും. ഞങ്ങൾ കേറി വന്നപ്പോ ഇവിടെ അങ്ങനത്തെ ഒരു കാര്യങ്ങളില്ലായിരുന്നു. പൊതുവെ ഇവിടെ ജർമ്മനിയിലെ ഇതിലൊന്നും ഇല്ല. ഇത് കണ്ടോ, ഇത് നോക്ക്, ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ ഈ പക്ഷിയുണ്ട്, പരുന്തുണ്ട്, അങ്ങനെ എന്തെങ്കിലും മൃഗങ്ങൾ ഉണ്ടെങ്കിൽ ഇവരിവിടെ എഴുതി വെക്കും. അപ്പൊ ഞാൻ പറഞ്ഞതിൽ തെറ്റില്ലല്ലോ. അപ്പൊ ഇതിന് ഞങ്ങൾ വീണ്ടും ഇവിടെ എത്തി. ഇത് കാണാനാണ് ഞങ്ങൾ വന്നേന്നറിയില്ല. ആ അവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് പോയി നോക്കാം. ഇവളിറങ്ങി തൊട്ട് നെഗറ്റീവ്. ഇതിനൊക്കെ കൊണ്ട് എവിടെയെങ്കിലും ഇറങ്ങാൻ കൊള്ളു, നിങ്ങൾ പറ. വീട്ടിൽ ഇരുത്തിട്ട് വരണം, അടുത്താണ്, കണ്ടോണം. എന്താ ശരിക്കും ഇങ്ങനെ മണ്ണൊക്കെ ഇളകി കിടക്കുന്ന അറിയില്ലല്ലോ ഗൈസ്. നമുക്ക് ആ സ്ഥലത്താണ് പോകേണ്ടത്. കണ്ടോ, അവിടെ കുറച്ച് 2 പേര് ഇരിപ്പുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നടന്ന് അവിടെ എത്തണം. ഓക്കെ, ഇവിടെ ഫുള്ള് ഒരു ഓറഞ്ച് കളറാട്ടോ. ഫുള്ള് ഇലയൊക്കെ പൊഴിഞ്ഞു വരുന്നേ ഉള്ളൂ. ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം. പക്ഷെ ഞങ്ങൾ റിസ്ക് എടുക്കുന്നില്ല. എനിക്ക് പേടിയുണ്ട് ഗൈസ്. ഞാൻ തന്നെ നിനക്കും ഇല്ല. ആ, എന്തിനാ നമ്മള് വെറുതെ റിസ്ക് എടുക്കുന്നേ? എനിക്ക് ഒരു കുറച്ച് കൊല്ലം കൂടി ജീവിക്കണം. എനിക്ക് ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. ഞങ്ങള് തിരിച്ച് വീട്ടിൽ പോവാണ് ഗൈസ്. കഴിഞ്ഞു, ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. കുറെ ഫോട്ടോ ഒക്കെ എടുത്തു. സംഭവം വെയിലില്ലാത്തോണ്ട് ഇവിടെ വലിയ ഭംഗിയൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഫോട്ടോ എടുക്കാൻ കൊള്ളായിരുന്നു കേട്ടോ. അടിപൊളി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് രാവിലെ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങി, അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. ഉച്ചയായി ഇവിടെ. അപ്പൊ എന്തെങ്കിലും കടയിൽ കയറി കഴിക്കണം.
അതിന് കട നോക്കണം. നമുക്ക് നോക്കാം.